ഇമ്മ അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ അവിടെ വെച്ചാലേ. വേണ്ട, ഇനിയിപ്പോ ഈ പാത്രങ്ങളോട് കഴുകിയേക്കാനല്ലേ ഉള്ളൂ, അത് ഞാൻ കഴുകി വെച്ചോളാം. ഈ പോയിട്ട് ആ റൂമിലെ ബെഡ് ഇതൊക്കെ ഒന്ന് തട്ടികൂട്ടി വിരിച്ചാളാ. ആയിക്കോട്ടെ എന്നാ. അവരൊക്കെ എവിടെയാണ് ആവോ? അയച്ചുവാ എടി എവിടെ ആരെന്നിപ്പോ വിളിക്കുന്നത് ഈ നേരത്ത്? ജമീലെ, ഇതെന്തായാലും ഈ നേരത്ത്? ഞാനേ മരിയോളും മകനും അവിടെ ഇല്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് പോന്നതാണ്. തന്നെ ഇജ്ജ് കേറിയിരിക്ക. ഞാൻ വിചാരിച്ചു നിങ്ങള് കിടന്നേന്ന്. അല്ല, എന്നിട്ട് ഓള് എന്താളും എവിടുക്ക പോയിക്കണ്? ആടി ഓളമ്മക്ക് സുഖമില്ല പറഞ്ഞിട്ട് വിളിച്ചീന്ന്, അപ്പൊ അങ്ങോട്ട് പോയതാണ്. പിന്നെ എന്നാ ഇവിടെ ഇരിക്കട്ടാ, ഞാൻ അടുപ്പത്ത് സാധനം ഉണ്ട്, ആ ഒന്ന് ഓഫാക്കിട്ട് വരാം. എന്നാ ചേച്ചിയല്ലേ. ഞാനേ അടുപ്പത്ത് മീൻ ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്നും ഓഫാക്കാൻ വേണ്ടി പോയതേന്ന്. തന്നെ അപ്പൊ എന്റെ മരുവോളില്ലേടി ഇവിടെ? ഓൾ അവിടെ ഉണ്ടേ. ഓൾക്ക് എന്തൊക്കെയാ തിരുമ്പിയത് മറക്കേക്കാണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ അവിടുന്ന് ഒക്കെ തട്ടിക്കൂട്ടി നേരാക്കാന്, അപ്പൊ അത് ചെയ്യാണ്. അല്ലടി, എന്നിട്ട് മകള് വന്നീനാ? ഓള് വിളിച്ചീനേ. ഓൾക്കല്ല സുഖാണ്, കൊഴപ്പൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അവിടെ നല്ല സുഖായിട്ട് പോണ്. ഓൻ പുറത്ത് ഗൾഫിന്ന് വരികയൊക്കെ ചെയ്തേ. രണ്ടാളും കൂടി കുറച്ചു ദിവസം മുന്നേ വന്നീന്ന്. നല്ല സ്വഭാവമുള്ള ഒരു ചെക്കനാണ്. എന്റെ മകൾക്ക് അങ്ങനെ ഒന്നിനെ കിട്ടിയതന്നെ ഭാഗ്യ. അല്ലെങ്കിൽ ഓൾക്ക് അങ്ങനെ കിട്ടുക്കറിയാം. എന്റെ മോളെ ഞാൻ അങ്ങനെയാണല്ലോ വളർത്തിയിരിക്കുന്നത്. അല്ലാന്റെ മരിയോള എന്താ പാട്? ഞാൻ എപ്പോഴും ചോദിക്കണം വിചാരിക്കും, ഓളെ സ്വഭാവമൊക്കെ എങ്ങനെയാണ്? പിന്നെ നല്ല സ്വഭാവടി, എല്ലാ പണിയെടുക്കാനും കൂടും, ഒന്നിനും ചെയ്യാൻ അയക്കൂല. പാവ ഒരു കുട്ടിയാണ്. പെരേക്കന്നെ പോക്കില്ല, ഞാൻ ഒറ്റക്കാവും വിചാരിച്ചിട്ടേ. വല്ലാതെ കണ്ണടച്ചിട്ട് വിശ്വസിക്കൊന്നും വേണ്ട. ഇപ്പത്തെ കാലാണ്. എന്റെ മരോൾക്കാണെന്നുണ്ടെങ്കിൽ ഓരോരോ സാധനങ്ങളായിട്ട് ഓരോരോ ആൾക്കാർ ഇങ്ങോട്ട് കേറി വരുന്ന ഞാൻ കാണലുണ്ടേ. ഒരു സ്കൂട്ടി അല്ലെങ്കിൽ ബൈക്കോ വരും, അതിന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ചെയ്യും. എന്നിട്ട് അതേറ്റ് കാണാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ. എന്നിട്ട് ഒരു 10 മിനിറ്റ് തേങ്ങേന് മുന്നേ ആടനെ പോവുകയും ചെയ്യും. ഇതൊന്നും അറിയണില്ല തോന്നുന്നു. പോയിക്കട്ടെ, അവിടുന്ന് ഇല്ലാത്തത് പറയാതെ. അത് അങ്ങനെ ഒന്നും ചെയ്യൊന്നുമില്ല, ആ ഒരു പച്ച പാവാണ്. പിന്നെ ഈ ഫോണ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിമങ്ങനെ തോണ്ടി പിടിച്ചിരുന്നാ തന്നെ മക്കള് വടക്കാവും. എന്റെ മരുമോളെ ആർക്കെങ്കിലും വിളിക്കുന്നുണ്ടോന്ന് അനക്കറിയോ? ഫോൺ വിളിയൊക്കെ ഉണ്ട്. രാത്രി ഓൻ വിളിക്കും, പിന്നെ കൊറേ നേരം സംസാരിക്കണേ കേക്കാം. ഞാൻ നിന്നെ ചോദിക്കാനൊന്നും പോക്കില്ല, ഓനക്ക് ഒഴിവുണ്ടാവുമ്പോഴല്ലേ ഓൻ വിളിക്കാച്ചിട്ട്. ഈ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഓക്ക് ഇങ്ങനെ വിളിക്കാൻ എന്റെ മകന്റെ പിരാന്ത. ഓനവിടെ പണിയില്ലാതിരിക്ക. താത്ത എപ്പളാ വന്ന്? ഞാനിതടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളേ. ഞാൻ ഇപ്പൊ എന്റെ ഉമ്മാനായിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നു. ഇന്നങ്ങാ രണ്ടാളും കൂടി ഇരുന്ന് വർത്താനം പറയും. ഞാൻ ആരാന്ന് വർത്താനം പറഞ്ഞു വെച്ചിട്ടേ വന്ന് നോക്കിയതാ. ഞാൻ തിരുമ്പിയോ മടക്കിയൊക്കെന്ന്. ഇന്നങ്ങ ഇവിടെ ഇരിക്കിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താച്ചാലേ, ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ്.
അന്റെ മകൻക്ക് തന്നെയാണ് കേട് വരിക. പറയുമ്പോ എന്റെ മകൻ ഗൾഫിലാണ്, നാട്ടുകാരറിഞ്ഞ എന്താ പറയാ? ഞാൻ പറഞ്ഞോളൂ, ഞാൻ എന്റെ ഇഷ്ടം പോലെ എന്താച്ച ചെയ്യ്. എന്നാ ഞാൻ നോക്കന്നെ വേണല്ലോ. എന്റെ മകനോള് പറ്റിക്കണ്ടോ ഇല്ലെന്നുള്ളത് പറയണ്ടേ. അതന്നെ പറഞ്ഞത്. അനക്ക് അപ്പോഴൊന്നും മനസ്സിലാവൂല, ആരേലും പറഞ്ഞു വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നോക്കി നോക്കോ, ആർക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, ആരൊക്കെ ഇവിടെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. അതിനൊക്കെ മറുപടി ഉണ്ടോന്ന് ആദ്യം അറിയും. എന്നാലല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ചെയ്താ മതി. ചെക്കൻ വിളിക്കുന്നുണ്ട്. ഹലോ. ഞാൻ ഇവിടെ ആഴ്ചയോടെ. നിങ്ങൾ എപ്പഴാ വരിക? നേരെ എത്ര അയക്കണെന്ന് അറിയോ? നിർത്തായപ്പോ ഞാൻ ഇങ്ങോട്ട് കേറി പോണു ഓളോർക്ക്. എത്താനയക്കണാ? എന്നാ ഞാനത് പെരേക്ക് പോവാം. നിങ്ങൾ എന്തെങ്കിലും തിന്നിട്ടാ വരുന്നേ? ആയിക്കോട്ടെ, എന്നാ കൊടുന്നിക്കണെങ്കി ഞാനാണ്ട് വരാം. ഞാനൊന്നും തിന്നിട്ടൊന്നുമില്ല. എന്നാ രാവിലത്തേക്ക് കുറച്ച് പച്ചക്കറിയും പിന്നെ പഞ്ചാരയും ചായപ്പൊടിയും ഒക്കെ വാങ്ങിട്ടാ. ഓളോട് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചീന്ന്. ആയിക്കോട്ടെ. എന്നാ ശരി, എന്നാലും ഞാനത് പോയിക്കോളാം. ഓലിവിടെ എത്താനയിക്കണ്. അന്നൊന്ന് ഞാനാണ്ട് ഇറങ്ങട്ടെട്ടാ. അപ്പൊ പറഞ്ഞ പോലെ എന്താ നോക്ക്. ഞാൻ നാളെ മറ്റന്നാളായിട്ടാണ്ട് വരണ്ടി. എന്നാ ചെല്ല്. ഞാൻ നിന്നേരിട്ട് വേണം ഇവിടുന്നാണ്ട്. അതൊന്നും വേണ്ടടി, ഞാൻ ആണ്ട് പോയി. എന്നാ ചെല്ലേ. ഞാൻ പോയിട്ടേടി. ഇന്നായിക്കോട്ടെ, നോക്കി പോയിക്കോ. മടക്കിക്കൊന്നും കഴിഞ്ഞിട്ടില്ലേ? അമ്മ. അത് ശരിയാണ്. ഇല്ല, തിന്നിട്ടില്ലേ. ഞങ്ങൾ അയൽവാസിത്തെ താത്ത വന്നിട്ടുണ്ട്. അപ്പൊ ഉമ്മ അവിടെ ഇരുന്ന് വർത്താനം പറയാണ്. ഓല് പോയിട്ട് ഈ കാര്യം തിന്നുണ്ടാവുക. ഓല് വെറുതെ വന്നേക്കാരം. നിങ്ങൾ തിന്നീലേ? ആർക്കിരുന്ന് ഫോൺ വിളിച്ചു. വാതിലടക്കം ചെയ്തിക്കണല്ല. ചൂട്ടോർത്തോക്കാം. കേക്കില്ലല്ലോ. ആയിക്കോട്ടെ, എന്നാ ശരി. ഞാൻ രാവിലെ വിളിക്കണ്ട്. താത്ത പോയാണാവല്ലേ? എന്തമ്മാ, എന്തെങ്ങ ഇവിടെ നിക്കണേ? ഒന്നുമില്ലേ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇതികൂടെ പോകുമ്പോ ആരോടെ വർത്താനം പറഞ്ഞിട്ടേ, അപ്പൊ അത് നോക്കിയതാ. ആരാ വിളിക്കണ്? എന്റെ അമ്മ വിളിക്കുന്നു. എന്റെ അമ്മ ഇപ്പൊ ഈ നേരത്ത് വിളിച്ചാ നിക്കന്നെ. കാരണം നേരം 10 മണി ആയിക്കണ്. എന്റെ അമ്മക്ക് ഉറക്കൊന്നും ഇല്ലല്ലോ അല്ലെ? ഞാനൊന്നും അറിയണില്ല എന്നുള്ളത് വിചാരിക്കണ്ടട്ടാ. എല്ലേതും ഞാൻ അറിയണുണ്ട്. എന്തൊക്കെ നിങ്ങളീ പറയണത്? ഞാൻ ഒന്നും പറയണില്ല. ആൾക്ക് ഇവിടെ ഓരോരോ സാധനങ്ങളായിട്ട് ഓരോരുത്തർ ഇങ്ങനെ കേറി വരുമ്പോഴേ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എന്നോടൊന്നും പറയായിയാണ്. നിങ്ങക്ക് പോലും വന്നപ്പോ തോണിക്കേണ്ടി ഉണ്ടാക്കി തന്നേക്കാരല്ലേ? നിങ്ങക്ക് ഓലെ സ്വഭാവം നന്നായിട്ട് അറിയണേല്ലമ്മ. ഞാൻ ഇന്നെന്തെങ്കിലും കാണാൻ തുടങ്ങിയതാ? ഇതുവരെ എന്റെ പെരുമാറ്റത്തിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിക്കണ? ഇക്കാരും കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കി തന്നിട്ടൊന്നുമില്ല. എന്റെ വെറും തോന്നല. ഞാൻ എന്നോട് കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ ചോദിക്കണം വിചാരിക്കണം. ഇപ്പൊ ഫോൺ വിളിക്കാണ്ടപ്പോ ഞാൻ എന്നോട് ചോദിച്ചു എന്നുള്ളൂ. രാത്രി നട്ടപ്പാതിരക്കൊക്കെ എന്റെ മകൾക്ക് ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കാൻ ഓനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഓരോന്ന് പിച്ചും പേയും പറയാൻ നിക്കണ്ട നിങ്ങള്. ഞാൻ ഇപ്പൊ എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഓരോരോ കാരണങ്ങളേ. അന്റെ ഈ കളി എന്തായാലും ഇപ്പൊ ഇവിടെ നടക്കൂല. ഒക്കെ ഞാൻ അറിയും എല്ലാ കാര്യങ്ങളും. ഈ ഉമ്മാക്ക് ഇപ്പൊ ഇതെന്താ പറ്റി? ഈ തൊള്ള എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിരുന്നെന്ന് ആർക്കറിയാം. നല്ലപോലെ പോവുകയും ഇത്രയും കാലം.
എന്തൊക്കെ പുകിലാണ് അവന്റെ അമ്മ ഉണ്ടാക്കാൻ പോണത്, ഒന്നും പറയാൻ പറ്റൂല. ഇന്ന് എന്നെ പറ്റിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കണത്. ഇമ്മ, ഞാൻ ഊറ്റിക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പോന്നാളി. വേണ്ട, ഇക്കറിയാം എന്റെ പെരേല് എന്തൊക്കെ പണികൾ എടുക്കണം എന്നുള്ളത്. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അണക്കറിയണ വേറെയും പണികളുണ്ടല്ലോ, ഫോൺ വിളിച്ചിരിക്കലും കണ്ണി കണ്ട ആണുങ്ങളായിട്ട് വർത്താനം പറയലും. അത് ചെയ്താ മതി. പിന്നെ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ ഇന്ന് എങ്ങനെ പറയരുതിട്ടോ. ഞാനായതുകൊണ്ട് സഹിച്ചു നിൽക്കാണ്. പറ്റൂലെങ്കിൽ എന്റെ പെരേക്ക് പോയിക്കോ. ഇവിടെ നിന്നിട്ട് ഇമ്മ അതിന് തോന്നിയാസം ചെയ്യാനൊന്നും ഞാൻ അയക്കൂല. ഓ, ഇങ്ങനെ വന്നു നിൽക്കും. ഞാൻ അടുത്തോളാം. എന്റെ പെരനുള്ളത്തെ പണികൾ എടുക്കാൻ നിൽക്കാറ്. ഒരു ബക്കറ്റ് കൊടുത്തിട്ടാണ് ഇപ്പത്. ഇമ്മ, നിങ്ങൾ ഇക്കാനോട് പറഞ്ഞോ ഇനി മുതൽ ഇന്ന് ജോലിക്ക് പറഞ്ഞേക്കണ്ടാന്ന്? ആ, ഞാൻ പറഞ്ഞു. എന്താണ്? എന്തിനമ്മങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് പിന്നെ എന്തിനാണ്? എന്റെ പെരക്കാര് പഠിപ്പിച്ചതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ഓല് വെറുതെ പഠിപ്പിച്ചു. പറഞ്ഞേക്കണോ പറഞ്ഞേക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കാതെ ഞങ്ങളാണ്. എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല. ഇതിപ്പോ നയിച്ചു കൊടുത്തിട്ട് വേണ്ടപ്പെട്ടുള്ളവർക്ക് കുടുംബം പോറ്റാൻ. അതിനിക്കറിയാം ഇക്ക നയിക്കണുണ്ട് ഇങ്ങോട്ടുള്ള ഓക്കെ എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാൻ പഠിച്ചതിന് ഒരു കാര്യം വേണ്ടമ്മ. എന്റെ പെരക്കാർ അത്രയും കഷ്ടപ്പെട്ടിട്ട് എന്നാ പഠിപ്പിച്ചിരിക്കണത്. അപ്പൊ ആ ജോലിക്ക് പോയേ പറ്റുള്ളൂ. എന്ത് പറഞ്ഞാലും പോവാൻ പറ്റൂല. അത് ഞാൻ സമ്മതിക്കൂല. എന്നിട്ട് അവിടെ ചെന്നിട്ട് വേണം ആൾക്കാരായിട്ട് കൊഞ്ചു കുഴഞ്ഞിട്ട് ഓരോ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ. ഒന്നൊക്കെ ജോലിക്ക് പോവാനി, പിന്നെ അവിടെ നിന്നിട്ട് നീ ജോലി ചെയ്യുന്നിടത്തുനിന്ന് ആരോടെങ്കിലും പ്രേമം തോന്നാൻ ഉണ്ടാവും. അതാണ് ഓള് ഇങ്ങനെ പോട്ടെ പോട്ടെ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കണത്. അറിയാലോളെ. എന്നാലിപ്പോ എന്തിനാണ് ഇമ്മ എന്റെ ജോലി കൂടി ഇല്ലാതാക്കണത്? ഉമ്മാക്ക് എന്താ പെട്ടെന്ന് പറ്റിയതാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ശരിയാണല്ലോ വിളിക്കണു. ഒരു പാ വരെ ഇങ്ങോട്ട് വിളിക്കണ എന്തിനാ? ഇങ്ങോട്ട് വന്നോട് പൊട്ടിക്ക്. ആ, ശരി പറയടി. ഞാൻ അതെവിടെ ഉണ്ട്. ഇല്ലേ, ഞാൻ ഇന്ന് പോയിട്ടില്ല. നാളെ മുതൽ പോണം. ആ, എന്റെ ഈ വിളിച്ച് ആരെ? ജമീൽ താത്താന്റെ മോളെ? ഏത്, നമ്മളീ അയൽവാസിയോ? എന്നിട്ട് എവിടുന്ന്? ഇവിടുന്നോ? എന്നിട്ടൊന്നും അറിഞ്ഞില്ലല്ലോ. എന്ന സംഭവം? ഏയ്, ഞങ്ങളെങ്ങനെ അറിയാനാ? വെറുതെ ജമീൽ താത്താൻ ഈ വൈക്കൊന്നും കാണാനില്ല. ആ, എല്ലാ പെരയിലും നടന്ന് കുത്തും കനി ഉണ്ടാക്കണല്ലേ. ഇപ്പൊ സ്വന്തം പെരയിൽ തന്നെ സംഭവിച്ചപ്പോഴേ പുറത്തിറങ്ങാതിരിക്കേക്കാരം. ഒന്നും പറയണ്ട, എന്റെ അമ്മയൊക്കെ വലിയ കൂട്ടം. ഞാൻ ചെലപ്പോ ഇനി പോവുള്ളൂടി. ഇവിടെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. ആ, അതൊക്കെ ഒരു വലിയ കഥയാണ് മോളെ. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇജ്ജ് ഇന്ന് പോവുണ്ടോ? ആ, ഏയ് പെരേക്കൊന്നും പോണില്ലടി. ഞാൻ ഇവിടെ ഉമ്മക്ക് പനിയൊക്കെയാണ്. അപ്പൊ അത് കാരണം ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവൂല ചിട്ടാ. എന്തായാലും ജിന്നോട് വിളിച്ച് പറഞ്ഞേ നന്നായുള്ളൂ. തള്ളക്ക് അത് കിട്ടണ്ട തന്നെയാണ്. ഏയ് തള്ള എന്താണ് മകളെങ്ങനെ പൊക്കി പറിച്ചില്? എന്താ ഉണ്ടായത്?
മകളും കാമുകനും കൂടി പിടിച്ചില്ലേ, അത് സ്വന്തം പെരയിൽ വന്നിട്ടു. ഇനി ഓനെ ഓലൊക്കെ കൊണ്ടുപോകോളാം അങ്ങണ്ട്. ആ എന്തായാലും ഞാൻ വിളിക്കണ്ട. എന്നാല് പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്ക്. ആ ശരിടി. തള്ളൊക്കെ കിട്ടണം. ഇനി എന്റെ അമ്മായിമാനെയും കൂടി തെറ്റിക്കാൻ നോക്കിയതല്ലേ. എന്റെ അമ്മായിമാ തങ്ങളുടെ വാക്ക് കേട്ടിട്ടല്ല ഇപ്പൊ എന്റെ നേരക്ക് എടുക്കണത്. ഇത് പോയി പറഞ്ഞിട്ട് വരാം, അതാ നല്ലത്. ഉമ്മ, നിങ്ങളാ ജമീൽ താത്താന്റെ വാക്കും കേട്ടുങ്ങാണ്ടല്ലേ ഇന്ന് ജോലിക്ക് പറഞ്ഞേക്കാതിരിക്കണത്. നിങ്ങൾ ഓലോടെ നടക്കണ എന്താന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്ത് കാര്യം? ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഓലെ മോളില്ലേ ബുഷറ, ഓളെ കാമുകനും കൂടി ഈ ജമീൽ താത്താന്റെ പെരേന്ന് പിടിച്ചത്ര. 2 ദിവസമായി പിടിച്ചിട്ട് എന്നാ പറഞ്ഞിട്ട്. അതൊക്കെ എന്ന്? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഒന്നും. ഇന്നോട് നമ്മള് ഷെറി വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെറിയുടെ അമ്മക്ക് വിളിച്ചു നോക്കി. നാട്ടിലെല്ലാരും അറിഞ്ഞിരിക്കുന്നു, നിങ്ങൾ മാത്രം അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഓലെ വാക്കും കേട്ടുങ്ങാണ്ടല്ലേ ഇന്റെ നേരക്ക് ഇങ്ങനെ വന്നിരുന്നത്. ഇപ്പൊ എന്തായി ഇമ്മ? ഇപ്പൊ ആരോടെ പിടിച്ചത്? ഓലെ മക്കളെ നല്ല കാര്യം ഇങ്ങനെ പറയും, ഇത് വേറെ ഉള്ളവരെ പേരെ പോയിട്ട് ഓലെ മക്കളെ കുറ്റും പറയും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലല്ലേ അമ്മ? എന്റെ ജോലിക്കടക്കം പോക്ക് നിങ്ങളെ നിർത്തി. നിങ്ങൾ എന്താ വിചാരിച്ചത് ഓലൊക്കെ മക്കളെ പോലെയാണ് ഞാനേന്നോ? എത്ര കൊല്ലായ്മ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഇക്കാനം മറന്നിട്ട് ഒരു ജീവിതം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ വാപ്പയമ്മേ ലോൺ എടുത്തിട്ടാ ഇമ്മ എന്നെ പഠിപ്പിച്ചത്. ഓൾക്ക് നല്ല ആഗ്രഹമായിരുന്നു ഒരു ജോലി വേണമെന്ന്. ഐറ്റങ്ങളെ കടെങ്കിലും കുറച്ചേച്ച് എനിക്ക് വീട്ടാൻ പറ്റുക അത് വലിയൊരു കാര്യല്ലേ. ഇവിടെ ഇപ്പൊ ഇക്ക കൊണ്ടുണ്ട്. പിന്നെ എന്റെ കാര്യങ്ങൾക്കും ഞാൻ പണിയെടുത്ത പൈസ തന്നെ ഞാൻ എടുക്കുന്നത്. ഇക്കാലം ഞാൻ ഇതുവരെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നിങ്ങൾക്കും തന്നെ ഞാൻ തന്നെ അല്ല അധികം സഹായിക്കലും നിങ്ങളെ. ഞാൻ ചെയ്തത് പറയല്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോ നല്ല സങ്കടമായി ഉമ്മ. ഞാൻ ഇതുവരെ ഇക്കാലം മറിഞ്ഞ് ഞാൻ ജീവിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഓരോ സാധനങ്ങൾ ഓൺലൈനിലൊക്കെ ആയിട്ട് ഞാൻ ഓർഡർ ചെയ്യലാണ്. പുറത്തു പോയി വാങ്ങാനുള്ള മടി കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കടയ്ക്ക് പോണ്ടല്ലോ, ഒന്ന് അവിടുന്ന് നിങ്ങളുടെ ആൾക്കാർ കൊടുന്നു തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതിനും കുറ്റം. അല്ലെങ്കിലും ഈ ഗൾഫുകാരന്റെ ഭാര്യമാരൊക്കെ ഇങ്ങനെ തന്നെ. ഇതൊക്കെ കേൾക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ആൾക്കാരാണ് ഓലൊക്കെ. ഞങ്ങൾക്ക് പിന്നെ സന്തോഷം എന്താ സമാധാനം എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എത്ര സങ്കടം ഉണ്ടെന്ന് പറയാ ഈ കൊപ്പല്ലായിട്ട്. അന്ന് ഉമ്മാക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഓരോ വാക്കും കേട്ടുകാണ്ട് ഇനി ഉമ്മ എന്നെ പറയാൻ വരുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്യൂലമ്മ. എന്റെ പെരക്കാരൊന്നും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഓളോട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടാണല്ലേ ഇൻഡോർത്തെ കാര്യത്തിൽ ഓൾ ഇടപെട്ടത്. അതുകൊണ്ടല്ലോ ഇപ്പൊ എന്റെ കുട്ടീനെ നിൽക്കുക പറയേണ്ടി വന്നത്. ഞാനൊന്നും ആലോചിക്കേണ്ടത് ഇത്രയും കാലമായിട്ട് എന്റെ കുട്ടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊക്കെ ഉണ്ടാവാന് ഓട് പറഞ്ഞപ്പോ എന്റെ തലയൊക്കെ കേറി. എന്റെ കുട്ടീനെ ഓള് ചതിക്കാണെന്ന് ഞാൻ വിചാരിച്ച്. അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതിന് എന്തൊക്കെയാ തോന്നിയിട്ടുണ്ടാവോ കുറച്ചോനെ. നാളെ മുതലേ ജോലിക്ക് പോവൊക്കെ ചെയ്തോട്ടെ, പാവാണ്. എപ്പോഴെങ്കിലും ഉമ്മാക്ക് ഇതിനെ പറ്റി ഒന്ന് മനസ്സിലായാൽ മതിയായിരുന്നു. മനസ്സിലാവും തോന്നുന്നില്ല. ജെസ്സിയെ, ആ എന്തമ്മ? ഓള് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്നപ്പോളേ ഞാൻ വിചാരിച്ചു ജിന്റെ കുട്ടിനെ ചതിക്കാണെന്ന്. അതിപ്പോ ഏതൊരു ഉമ്മാരും ഉണ്ടാവൂലേ, ഒരാളിങ്ങനെ പറയുമ്പോ വിശ്വസിച്ചു പോവല്ലോ. അങ്ങനെ വിശ്വസിച്ചു പോയതാണ്. ഞാൻ എന്തൊക്കെയോ എന്റെ കുട്ടീനെ പറയൊക്കെ ചെയ്ത്. ഉമ്മാന്റെ കുട്ടിയാണെന്നും മനസ്സിലാക്കല്ലേ. ഇജ്ജ് ഉമ്മാനോട് ക്ഷമിച്ചാളാ. സാരില്ലമ്മ. പിന്നെ ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ കേൾക്കുമ്പോളേ കുറച്ച് സങ്കടം ഉണ്ടെന്ന് മാത്രം. ഞാൻ അതൊന്നും മനസ്സിൽ വെക്കൂല. കാരണം നിങ്ങൾ എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് ഞാൻ നിങ്ങളെ കണ്ടിക്കണത്.
അപ്പൊ ഇമ്മാരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊക്കെ ആരെങ്കിലും മനസ്സിൽ വെക്കോ? ഇജ്ജ് നാളെ മുതൽ ജോലിക്ക് പോയിക്കോളുണ്ടു. ഇനി ഉമ്മ പറഞ്ഞിട്ട് ഇജ്ജ് പോവാതിരിക്കണ്ട. വേണ്ടമ്മ, നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ ഞാൻ ജോലിക്ക് പോണത്, അതുകൊണ്ട് ഞാൻ ഇനി പോണില്ല. അതൊന്നും പറഞ്ഞാ പറ്റൂല. എന്തായാലും ഇജ്ജ് ജോലിക്ക് പോണം. എന്റെ ഒരു തെറ്റിദ്ധാരണ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ ഇജ്ജ് ജോലിക്ക് പോണത് ഇഷ്ടമില്ലായിട്ടൊന്നുമില്ല. ഇമ്മാന്റെ വിചാരം അവിടെ ചെന്നിട്ട് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്നുള്ള, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്തായാലും പോണം നാളെ. പിന്നെ ഓനോട് ഇനി ഇതൊന്നും പറയാൻ നിക്കണ്ട. ഓനക്ക് ഇനി വിഷമാവും. ഇമ്മ ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഓനക്കും തന്നെ എന്തെന്റെ ഉമ്മാക്ക് പറ്റിന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടികൾ പറയാൻ നിക്കണ്ട. ഇല്ല, എന്നാ ഇവിടെ ഇരുന്നട്ടാ, ഉമ്മാക്ക് കുറച്ചുകൂടി പണികളുണ്ട് പുറത്ത്.